മുഹിക്ക എന്ന് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ വല്ലാത്തൊരു വികാരമാണ്. പോണ വഴിയിൽ മുഴുവനും ഈ മുഹിക്കയുടെ ഫോട്ടോസ് ഇങ്ങനെ ബിൽ ബോർഡിലൊക്കെ ഇങ്ങനെ നിറച്ച് കാണാം. അവരുടെ വീടിലേക്കുള്ള റോഡിലേക്ക് ഇങ്ങനെ ചെറിയ റോഡെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തെരുവിലേക്ക് അങ്ങനെ കയറുമ്പോൾ തന്നെ ആ കോർണറിൽ ഒരു ബാറുണ്ട്. ഇവിടെയാണ് പ്രസിഡന്റ് മുഹിക്ക പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ ബിയർ കുടിക്കാനായിട്ട് വരാറ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര വികാരമായി. ബാറിനൊരു ചരിത്രമുണ്ട്. അവിടെ വെച്ചിട്ടാണ് 1970 ഐ തിങ്ക് 70-ലോ 79-ലോ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യണത്. സാധാരണഗതിക്ക് നമ്മളിപ്പോൾ ഒരു പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോവുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ സോഫ സെറ്റും അങ്ങനത്തെ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. ഇവിടെ അതിന് വിരുദ്ധമായിരുന്നു എന്ന് ലേഖനത്തിൽ വായിച്ചു. എങ്ങനെയായിരുന്നു അതിനർത്ഥം? അവിടെ കുറച്ച് പ്ലാസ്റ്റിക്, നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ പ്ലാസ്റ്റിക് കസേര ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർ തന്നെ 2 എണ്ണം എടുത്ത് അവർ ഒന്ന് എനിക്കും ഒന്ന് ഓസ്കറിനും തന്നു. ഒരു പുസ്തകത്തിൻ്റെ കാട് എന്ന് പറയാം, നിറച്ച് പുസ്തകങ്ങൾ. അതിങ്ങനെ അടക്കി ഒതുക്കി അങ്ങനെ ഭംഗിയിലൊന്നുമല്ല, എല്ലാം കുറേ പൊടിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ കുറച്ചും കൂടി നിന്ന് അതൊക്കെ ഒന്ന് ഒതുക്കാൻ ഒരു തോന്നൽ വന്നു ഉള്ളിൽ. പണ്ട് ജപ്പാനിലോ എവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. എൻ്റെ പെട്ടെന്ന് അതാ കൊടുക്കാൻ തോന്നിയത്. അവരെനിക്ക് തന്ന പുസ്തകം ഇതാണ്, സെമിയാസ് ആൽവിയന്തോ, അതായത് കാറ്റിൽ പറത്തിയ വിത്തുകൾ എന്നാണ് അതിൻ്റെ പേര്. ഞാനൊരു ചെടി വാങ്ങേണ്ടതായിരുന്നു. എന്നിട്ട് ഞാനും അവരും കൂടി അവരുടെ മുറ്റത്ത് അത് നടേണ്ടതായിരുന്നു. ഞാനിതിന് പക്ഷെ പോകുമ്പോൾ ഇവരെ കാണുന്നൊന്നും അറിയില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ സോഷ്യലിസം ഇത്രമാത്രം വിജയിച്ചതായിട്ട് വേറെ എവിടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവർക്ക് അതിലൊരു അഭിമാനം മാത്രമായിരുന്നു. അവരുടെ എന്ന് മാത്രമല്ല, അവർക്ക് ഉറുഗ്വായ് എന്ന രാജ്യത്തെ അവരുടെ ഹസ്ബൻഡിനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അവരുടെ വിപ്ലവം ജയിച്ചു. ആരോട് സംസാരിക്കുമ്പോഴും അവർക്ക് സോഷ്യലിസത്തിനോടൊരു അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനോടൊരു എതിർപ്പൊന്നുമില്ല. കാരണം അവിടെ അത് പെപ്പെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവർ ഒരുപാട് പുരോഗമന ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ രാജ്യം നന്നായി ഡെവലപ്പ് ചെയ്തു. രാഷ്ട്രത്തലവൻ സാധാരണക്കാരുടെ പ്രതിനിധിയായിരിക്കണമെന്നും അവരെ പോലെ ജീവിക്കണമെന്നും ലോകത്തോട് വിളിച്ചു പറയുകയും അത് ജീവിതത്തിൽ അക്ഷരം പ്രതി പകർത്തുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് വിളിക്കപ്പെട്ട ഉറുഗ്വായ് മുൻ പ്രസിഡന്റ് ഹോസെ ആൽബർട്ടോ പെപ്പെ മുഹിക്ക കോർഡോണയുടെ ജീവിതമാണ് ഇക്കുറി വല്ലാത്തൊരു കഥയിൽ നമ്മൾ പറഞ്ഞത്. പെപ്പയുടെ കഥ പറയുന്നതിലേക്ക് നമ്മളെ നയിച്ചത് മെയ് 10 ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ഒരു അനുഭവക്കുറിപ്പായിരുന്നു. ആ യാത്രാനുഭവക്കുറിപ്പിന്റെ രചയിതാവും അമേരിക്കയിൽ ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റുമായ മലയാളി എഴുത്തുകാരി ആമി ലക്ഷ്മിയാണ് കഥാസ്കേപ്സിൽ നമുക്കൊപ്പമുള്ളത്. നമസ്കാരം മാഡം. നമസ്കാരം. 2026 ഫെബ്രുവരിയിലാണ് പെപ്പയുടെ പങ്കാളിയും മുൻ ഉറുഗ്വായൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ലൂസിയ ടോപ്ലൻസ്കിയെ താങ്കൾ സന്ദർശിക്കുന്നത്. എപ്പോഴാണ് ആദ്യമായിട്ട് ഹോസെ പെപ്പയെ കുറിച്ച് കേൾക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യാത്ര തരപ്പെടുന്നത്? 2025 പ്രസിഡന്റ് മുഹിക്ക അന്തരിക്കുന്നത്. അദ്ദേഹം ക്യാൻസറായിട്ട് കുറച്ചു കാലം സഫർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ന്യൂയോർക്ക് ടൈംസിലും ന്യൂയോർക്കർ ഒരുപാട് മാഗസീനുകളിലും ന്യൂസ് പേപ്പറിലും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. ഒരു സാധാരണ പ്രസിഡന്റ് എന്നല്ല, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ലോകത്തെ പാവപ്പെട്ട പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോരെ കുറിച്ച് വായിച്ചു. പിന്നെ ഒരു ഡോക്യുമെൻ്ററി, പെപ്പെ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഞാൻ കാണാൻ സാധിച്ചു. പിന്നെ ഉറുഗ്വായിൽ പോവാൻ കാരണം ഞാൻ ലാറ്റിൻ അമേരിക്കയിൽ ധാരാളം യാത്ര ചെയ്യണ ഒരാളാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ വിൻ്റർ ആകുമ്പോൾ, കടുത്ത വിൻ്റർ ആകുമ്പോൾ സൗത്ത് അമേരിക്കയിൽ സമ്മറായിരിക്കും അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് 10-12 മണിക്കൂർ ഉണ്ടാവും, എങ്കിലും ഒരു ഡിറക്റ്റ് ഫ്ലൈറ്റ് കൊണ്ട് അവിടെ എത്താൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ചിലയിൽ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പടമാണ്, ഒരു കൈ ഇങ്ങനെ അറ്റക്കാമ മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു കൈയിൻ്റെ പടമാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ചിലയുടെ മണ്ണ് എന്ന ഗാബ്രിയേല മിസ്ട്രാലിൻ്റെ
പോയട്രി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത അതിൻ്റെ കവർ ഫോട്ടോ. അപ്പോൾ അതേ ആർട്ടിസ്റ്റിന് തന്നെ ഈ ഉറുഗ്വായിലെ പൂൻറ്റ ഡെൽ എസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്തും അതൊരു ഓഷ്യൻ അല്ല, അവിടുത്തെ റിവറാണ്, റിവർ പ്ലാറ്റ. ആ പ്ലാറ്റ നദിയുടെ തീരത്ത് ഇങ്ങനെ ഈ ഈ കയ്യിൻ്റെ 5 വിരലിൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അത് കാണണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കൊണ്ട് വേഗം പോയി വരാനും, അത്ര വലിയ രാജ്യമല്ല ഉറുഗ്വായ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകാനായിട്ട് യാത്ര സംഘടിപ്പിച്ചു. പെപ്പയുടെ വീട്ടിൽ പോകുന്നൊന്നും അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു മോഹം ഉണ്ടായിരുന്നെങ്കിലും അത് സാധിക്കുമെന്നൊന്നും അന്ന് പുറപ്പെടുമ്പോൾ ധാരണയുണ്ടായിരുന്നില്ല. പെപ്പയുടെയും ലൂസിയുടെയും ഫാം ഹൗസ് എന്നൊക്കെ വിളിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ ഒരു പോക്കിൽ എന്തൊക്കെയായിരുന്നു ആലോചനകൾ? ഈ കാഴ്ചകൾ കണ്ടപ്പോൾ എന്തൊക്കെ തോന്നി? ഞങ്ങൾ ഈ ഒരാഴ്ചയിലെ ട്രാവലിൽ ഒരു ദിവസം എനിക്ക് ഓഫായിരുന്നു, ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ഈ പ്ലാറ്റ് റിവറിൻ്റെ ആ തീരത്ത് ആ ബീച്ചിൻ്റെ സൈഡിൽ ഒരു ഹോട്ടലിലാണ് താമസിക്കണേ. അപ്പം അന്നിങ്ങനെ ബീച്ചിൽ ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്, അപ്പം എൻ്റെ ഒരു എനിക്ക് ഈ സ്പാനിഷ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഞാൻ സ്പാനിഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോരോട് ഞാൻ വരാൻ പറഞ്ഞിരുന്നു ഉറുഗ്വായിലേക്ക്. അയാൾ അങ്ങൊരു ചിലയിലുള്ള ആളാണ്, ഓസ്കർ എന്ന് പേരായിട്ട്. അപ്പം അയാളോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മുഹീക്കയുടെ വൈഫ് ഇവിടെ താമസിക്കുന്നുണ്ട് മോണ്ടവിദേയോൻ്റെ പുറത്തായിട്ട്, അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഹോട്ടലിലും അതിനെക്കുറിച്ച് തിരക്കി. ഹോട്ടലിൽ എല്ലാവരും പറഞ്ഞു കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് പ്രായമായി, അവരങ്ങനെ ആരെയും അങ്ങനെ കാണുമെന്ന് തോന്നണില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമുക്കൊന്ന് പോയി അവിടെയൊക്കെ കറങ്ങിയ വീടിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. മുഹിക്ക എന്ന് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ മുഴുവൻ വല്ലാത്തൊരു വികാരമാണ്. അപ്പോൾ ഓസ്കർ ചിലയൻ ആണെങ്കിലും ഭയങ്കര വികാരമായി, ഓ നമുക്ക് പൂ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കാലത്ത് ഞങ്ങളൊരു ടാക്സി എടുത്ത്, അപ്പോഴും ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ വെറുതെ കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ ടാക്സിക്ക് നല്ല ചാർജ് വരും, നിങ്ങൾ വെറുതെ പൈസ ചിലവാക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു എന്തായാലും പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ടാക്സി ഡ്രൈവറും ഞാനും എൻ്റെ ഇൻ്റർപ്രിറ്ററും കൂടിയിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്ര ചെയ്യുമ്പോൾ ഒരു കുഗ്രാമം പോലത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മോണ്ടവിദേയോ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സിറ്റിയാണ്, നല്ല ഡെവലപ്പ് ചെയ്ത നല്ല സിറ്റിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തീരെ റിമോട്ടായിട്ടുള്ള വില്ലേജിലേക്കാണ് പോകുന്നത്. പോണ വഴിയിൽ മുഴുവനും ഈ മുഹിക്കയുടെ ഫോട്ടോസ് ഇങ്ങനെ ബിൽ ബോർഡിലൊക്കെ ഇങ്ങനെ നിറച്ച് കാണാം. പോകുമ്പോൾ നമ്മൾ അവരുടെ വീടിലേക്കുള്ള റോഡിലേക്ക് ഇങ്ങനെ, ചെറിയ റോഡെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തെരുവിലേക്ക് അങ്ങനെ കയറുമ്പോൾ തന്നെ ആ കോർണറിൽ ഒരു ബാറുണ്ട്. ആ ബാറിൽ കണ്ടപ്പോൾ ഈ ഡ്രൈവർ നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെയാണ് പ്രസിഡന്റ് മൊഹീക്ക പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ ബിയർ കുടിക്കാനായിട്ട് വരാറ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര വികാരമായി. പക്ഷെ കാലത്താവുകൊണ്ട് തുറന്നിരിക്കുന്നില്ല. എന്നു മാത്രമല്ല ആ ബാറിനൊരു ചരിത്രമുണ്ട്. അവിടെ വെച്ചിട്ടാണ് 1970 ഐ തിങ്ക് 70-ലോ 71-ലോ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യണത്. ആ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പിടിക്കുമ്പോൾ പോലീസ് 6 വെടിയും കണ്ടുവച്ചു. അതിൽ ഇങ്ങോരും തിരിച്ച് അറ്റാക്ക് ചെയ്തതിൽ 2 പേരും മരിക്കുകയോ എന്തോ ചെയ്തു. എനിവേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, ഈ 6 വെടിയുണ്ട മേല് തട്ടിയപ്പോൾ. ആ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഡോക്ടറും ഇവരുടെ തുപ്പമാഴോ എന്ന് പറയുന്ന സംഘത്തിൽ പെട്ട ഒരു ഗറില്ലയായിരുന്നു എന്നുള്ളത് പല ദിക്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ ആ ബാറിന് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. അത് ബാർ ഇപ്പോഴും ഒരു ബാറായിട്ട് തന്നെ പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഇവരുടെ ഗേറ്റിലെത്തണേ, അല്ല പ്യൂബ്ലോ എന്ന് പറയുന്ന ആ ഗേറ്റിന്റെ മുമ്പിൽ ഒരു ചെറിയ കടയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നു. ഞങ്ങളിവിടെ ഇവിടേക്ക് എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതും ഞങ്ങളിങ്ങനെ ഇവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങോരും പറഞ്ഞത് ഇത് തന്നെയാണ്, കാണാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഇന്റർപ്രറ്റായ ഓസ്കർ പറഞ്ഞു ഒരു കഷ്ണം കടലാസ് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു, ഒരു പേനയുണ്ട്,
എന്തോ എഴുതി കൊടുത്തയച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, അയാൾ ഉള്ളിൽ പോയപ്പോൾ ഈ ഓസ്കർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉം, അമേരിക്കയിൽ നിന്ന് വരണേന്ന് പറയണ്ട, ഇന്ത്യക്കാരിയാണ്, ഇന്ത്യയിൽ നിന്ന് വരികയാണ്, എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം അതന്നെയാണ് അതിൽ എഴുതി കൊടുത്തത്, ഇന്ത്യയിൽ നിന്ന് ഒരു എഴുത്തുകാരി വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ലൂസിയ എന്നോട് 20 മിനിറ്റ് പോരെ എന്ന് ചോദിച്ച് തിരിച്ചൊരു മെസ്സേജ് കൊടുത്തയച്ചു. അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നീ പറയുന്ന ഒരു പൗഡർ പൗഡർ ബ്ലൂ കളറിലുള്ള ഒരു ഫോക്സ് വാഗൺ കാറ്, അതുപോലെ ഒരു 10-80 വർഷം അല്ലെങ്കിൽ 60 വർഷം പഴക്കമുള്ള ഒരു പ്യൂഷോ സൈക്കിള്, അതുപോലെ ഒരു സ്കൂട്ടർ, അങ്ങനെ പുള്ളി ഉപയോഗിച്ചിരുന്ന കുറേ വാഹനങ്ങൾ, 1-2 വാഹനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള ഒരു പലതും ഉണ്ടല്ലോ അവിടെ. പുള്ളിയുടെ ഒരു സിഗ്നേച്ചറുള്ള എന്തൊക്കെയാണ് അവിടെ കണ്ടത് അന്ന്? ഗേറ്റ് കയറി ഉള്ളിൽ കടന്നപ്പോൾ ഞങ്ങളോട് വന്നോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ അങ്ങനെ ഒരു വല്ലാത്തൊരു വികാരത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിൽ കടന്ന ഉടനെ ആ മുറ്റത്ത് തന്നെ, മുറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർഗനൈസ് ചെയ്ത മുറ്റമൊന്നുമല്ല, ആ മുറ്റത്ത് തന്നെ ഒരു വലിയൊരു പൈൻ മരമുണ്ട്. ആ പൈൻ മരത്തിൻ്റെ അടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ക്രിമേറ്റ് ചെയ്യുക ചെയ്തേക്കണേ. ആ ചിതാഭസ്മം അവിടെ കുഴിച്ചിട്ടിരിക്കണേ. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ചെറിയ മരമുണ്ട്. അത് ഈ മാനുവേല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നായ ഉണ്ടായിരുന്നു, 3 കാലുള്ളത്. ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു, പക്ഷെ ഇതായിരുന്നു മൂപ്പരുടെ ശാന്തത സഹചാരി എന്ന് പറയുന്നത്. അപ്പൊ അതും ഇങ്ങോര് മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് മരിച്ചു. അപ്പൊ അതിനെയും അതിന്റെ ചിതാഭസ്മവും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, കയറുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു ബെഞ്ച് ഉണ്ട്. ആ ബെഞ്ച് ഈ സോഡ കുപ്പികളുടെയും ഒക്കെ അടപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് വലിയ വലിയ ഇന്റർവ്യൂകൾ അദ്ദേഹം നടത്തിയേക്കണ. സ്പാനിഷ് പ്രിൻസ്, പിന്നെ ഒരുപാട് ഡിപ്ലോമാറ്റ്സ്, TV ജേർണലിസ്റ്റ്, ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ അവിടെ അവിടെ ഉള്ളിൽ അത്ര ഒരു ഇരുട്ട് പോലത്തെ ഒരു റൂമാണ്. അപ്പൊ അത്ര അധികവും അദ്ദേഹം ആ ബെഞ്ചിലാണ് ഇരിക്കുക. ആ ബെഞ്ചിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു പരിസ്ഥിതി ക്ക് വേണ്ടി ഒരുപാട് യുണൈറ്റഡ് നേഷൻസിലും എല്ലാ ദിക്കിലും യാത്ര ചെയ്ത് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നും ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ആ എല്ലാ കുപ്പികളുടെയും അടപ്പ് ശേഖരിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സാധാരണ ബെഞ്ച് അതവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിലും കുറേ പുസ്തകങ്ങളും അങ്ങനെ പൊടി പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണ്. കാരണം അവർക്ക് പണിക്കൊന്നും ആരൊന്നുമില്ല. അവർ ഒരു 81 വയസ്സായവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാർ വന്നിട്ടാണ് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മുടെ നാട്ടിലൊന്നും ആലോചിക്കാൻ പറ്റില്ല ഒരു പ്രസിഡന്റിന്റെ പിന്തുണക്കാർ അല്ലെങ്കിൽ ഭാര്യ, അവരും വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാള്, ഒരു വൈസ് പ്രസിഡന്റ് ഒക്കെ നമ്മളെ കാണാൻ തയ്യാറാവും എന്നൊക്കെ വിചാരിച്ചിരുന്നോ ചെന്നപ്പോ? ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു ജീവിതയെ വിചാരിച്ചേർന്നില്ല. അവരെ കാണുന്നും വിചാരിച്ചില്ല. അപ്പൊ ഇവരുടെ ജീവിതം ഇങ്ങനെയാവുന്നതിന് വേറൊരു കാര്യം, ഇവര് പുറത്തു വന്ന് 1985 തന്നെ ഉറുഗ്വായിലെ സോഷ്യലിസ്റ്റ് പ്രസിഡൻസി വന്നു. മാറ്റങ്ങൾ വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിനൊക്കെ അവിടുത്തെ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ എന്നല്ല പറയുക അവിടെ, ആ വലിയ പദവിയിൽ, പിന്നെ സെനറ്ററായിട്ട് ലൂസിയം എല്ലാവരും ആയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിലെ 90% അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അന്നേ മുതൽ അവർ ഈ വീട്ടിലാണ് വളരെ മിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ഇവരെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത് വേറെ, അവര് പ്രത്യേകിച്ച് ഒരു പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ എന്ന നിലയ്ക്കല്ല, അവരുടെ ആരോഗ്യം കുറച്ച് മോശമായത് കൊണ്ട് അവരിനി കാണാൻ സമ്മതിക്കൂ എന്നുള്ളത് മാത്രമേ ആൾക്കാർ പറഞ്ഞിരുന്നുള്ളൂ. ലൂസിയ എന്ന് പറയുന്ന വ്യക്തി, അവർക്ക് സ്പാനിഷ് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം സ്പാനിഷ് കുറച്ചറിയാമെന്ന് തോന്നുന്നല്ലേ. അപ്പം എങ്ങനെയായിരുന്നു ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യക്കാരെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായമൊക്കെ എന്താ? ഞാൻ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ, ഈവൻതോ ഞാൻ ഷിക്കാഗോ എന്നാ വരണമെങ്കിലും ഞാനത് പറഞ്ഞിരുന്നില്ല, പറയണ്ടെന്ന് ഓസ്കർ പറഞ്ഞിരുന്നു. പിന്നെ ഓസ്കർ സ്പാനിഷ് പഠിക്കുന്നുണ്ടെങ്കിലും എൻ്റെ സ്പാനിഷ് സംസാരിക്കാനൊന്നും എനിക്കിപ്പോഴും സാധിക്കില്ല. അവര്
അവർക്ക് കുറച്ച് ഫ്രഞ്ച് അറിയാം, പക്ഷെ അവര് സ്പാനിഷ് ആണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ ഓസ്കർ, അത് ഓസ്കാർ ഈസ് ഒരു ഒഫീഷ്യലായിട്ട് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യണ ഒരാളും കൂടിയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മുഴുവനും ഓസ്കർ സ്പാനിഷിലേക്കും, ഞാൻ ഇംഗ്ലീഷിൽ പറയണ സ്പാനിഷിലേക്കും, ലൂസിയ പറയുന്ന സ്പാനിഷ് കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്കും തത്സമയം റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഉം, അപ്പൊ അത് കുറെ സഹായിച്ചു. പിന്നെ ഞാൻ ചെന്ന ഉടനെ ഞാൻ ആ, ഞാൻ ചെന്ന ഉടനെ അവരെന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ആ, അത് അപ്പോ ഞാൻ ജീവിതത്തില് ആകെ എൻ്റെ അച്ഛൻ്റെ കാല് തൊട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സി രാധാകൃഷ്ണൻ എഴുത്തുകാരൻ വന്നപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിരുന്നു, അപ്പോഴും ഞാൻ കാല് തൊട്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എൻ്റെ വല്ലാത്തൊരു വികാരമായിട്ട് ഞാൻ അവരുടെ കാല് തൊട്ട് ഉം, ഇങ്ങനെ വണങ്ങി. അപ്പൊ അവരെന്നെ വീണ്ടും കെട്ടിപ്പിടിച്ചു. പിന്നെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അത് കാണുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അങ്ങനെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അപ്പൊ അവര് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഞാൻ ആദ്യം ഇതിനു മുമ്പ് നേരിട്ടൊരു ഇന്ത്യക്കാരിയെ കണ്ടത് ഒരു ഇന്ത്യൻ മിനിസ്ട്രി ആയിരുന്നു. പിന്നീട് ഞാൻ അവർക്ക് പേരൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് മനേക ഗാന്ധിയെ കുറിച്ചാണ്. അന്ന് 2017 2019 മറ്റോ അവര് ഉറുഗ്വായ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവര് ഉം, കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു ഈ മേനകാ ഗാന്ധി. അപ്പോൾ അവരെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ ഞാൻ ഇവർ കൂടി നിൽക്കണ ഇത് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചു. അപ്പോൾ പറയാൻ കാരണം അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ വല്ലാത്ത വികാരമായിരുന്നു. ഉം, പിന്നെ അവർ ഇന്ത്യയിലെ പല കാര്യങ്ങളെക്കുറിച്ചും, കൃഷി, പുഴകള്, ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാൻ തുടങ്ങി. വീടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ സാധാരണഗതിക്ക് നമ്മളിപ്പോൾ ഒരു പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോവുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ സോഫ സെറ്റും അങ്ങനത്തെ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. ഇവിടെ അതിന് വിരുദ്ധമായിരുന്നു എന്ന് ലേഖനത്തിൽ വായിച്ചു. എങ്ങനെയായിരുന്നു അതിനകത്ത്? അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ വാതിലിന്റെ അവിടേക്ക് വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് പ്ലാസ്റ്റിക്, നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ പ്ലാസ്റ്റിക് കസേര ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവരെന്നെ രണ്ടെണ്ണം എടുത്ത് ഒന്ന് എനിക്കും ഒന്ന് ഓസ്കറിനും തന്നു. അപ്പൊ ഞാൻ ഓടിപ്പോയി, എനിക്ക് അവർ എടുക്കണ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ഓടിപ്പോയി അവരെ സഹായിച്ചു. അവരങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരു പുസ്തകത്തിന്റെ കാട് എന്ന് പറയാം, നിറച്ച് പുസ്തകങ്ങള്. അതിങ്ങനെ അടക്കി ഒതുക്കി അങ്ങനെ ഭംഗിയിലൊന്നുമല്ല, എല്ലാം കുറെ പൊടിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവര് കുറച്ചും കൂടി നിന്ന് അതൊക്കെ ഒന്ന് ഒതുക്കാൻ ഒരു തോന്നൽ വന്നു ഉള്ളില്. അത്രയും ഇതായിട്ടൊക്കെ എടുക്കണേ. കുറെ ഫോട്ടോസ്, കുറെ പല ഈ അവർക്ക് കുറെ ആരെങ്കിലുമൊക്കെ കൊടുത്തതായിരിക്കണം ചില സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും ഇരിക്കുന്നുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഒരു റൂമിന്റെ നടുക്ക് കുറച്ച് സ്ഥലമുണ്ട്, രണ്ട് മൂന്ന് ചെയർ ഇടാനുള്ളത്. അത് എപ്പോഴും ഉണ്ടാവില്ല. അത് കാരണം ഒരു അടക്കി വെച്ചേക്കാണ്. പെപ്പെ എന്ന് പറയുന്ന ആള് വളരെ സ്നേഹമുള്ള വല്ലാത്തൊരു മുത്തശ്ശൻ്റെയൊക്കെ പോലെയുള്ള എല്ലാവരോടും വളരെ അടുപ്പത്തിൽ പെരുമാറുന്ന ഒരാളാണല്ലോ. ഞാനിപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട അതിൽ പറയുകയാണ്, ഒരു ഔദ്യോഗിക ഇൻ്റർവ്യൂവിൽ പോലും പുള്ളി വളരെ അടുപ്പത്തോടെയാണ് ഇൻ്റർവ്യൂവോട് പെരുമാറുന്നതും. ഇവരും ഏറെക്കുറെ അദ്ദേഹത്തെ പോലെ തന്നെ വളരെ സ്നേഹമുള്ളൊരു. അപ്പോൾ ഈ പെപ്പയുടെയും അതുപോലെ ആ വളർത്തുപട്ടിയുടെയും ഒക്കെ ഓർമ്മകൾ ഇപ്പോൾ അവിടെ ഉള്ളൊരു സ്ഥലത്തായിരിക്കുമല്ലോ അവർ കഴിയുന്നത്. അപ്പം അവരുടെ ഒരു പെരുമാറ്റം മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? അവരുടെ പെരുമാറ്റം നമുക്ക് ശരിക്കും നമ്മൾ ഈ കാണുന്ന ഒരു വ്യക്തിയെ പോലെയല്ല. ഒരുപാട് കാലത്ത് പരിചയമുള്ള പോലെയും സ്നേഹമുള്ള പോലെയും നമുക്കും തന്നെ തുറന്ന് സംസാരിക്കാൻ നമുക്ക് ഒട്ടും ഒരു പേടിയെ ഒന്നും തോന്നേണ്ടി വന്നില്ല. ആ ആദ്യത്തെ വിചാരങ്ങളൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വളരെ നോർമലായിട്ടുള്ള സംഭാഷണം ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത് പിന്നെ അവര് വളരെ ആക്റ്റീവാണ്. ഇങ്ങനെ കാര്യമാർക്ക് പ്രായമായി കുറച്ച് ആരോഗ്യത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വളരെ ആക്റ്റീവാണ് ഇപ്പോഴും. യൂണിവേഴ്സിറ്റികളിൽ പ്രസംഗത്തിനും, പിന്നെ ഈ പെപ്പയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണ തിരക്കിലും. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനുമായിരുന്നു.
ആം, ഒരു നല്ല യുക്തിവാദിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സമാഹരിക്കല്, പിന്നെ ഇവരും നല്ല, എന്താ പറയാ, നല്ല ബാക്ക്ഗ്രൗണ്ട്, പെപ്പേക്കാളും ആം, ഒരു വിദ്യാഭ്യാസത്തില് ബാക്ക്ഗ്രൗണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ ആവുകൊണ്ട് അവർക്ക് ലോക കാര്യങ്ങളൊക്കെ വായിക്കാനും ആ, നല്ല താല്പര്യവും, പിന്നെ വൈസ് പ്രസിഡന്റും ആയിരുന്നല്ലോ അവര്. ഈ തുപ്പമാറോ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഗറില്ല, ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നക്സലിസം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ നക്സലേറ്റുകളാണല്ലോ അവിടുത്തെ ഈ പറഞ്ഞ തുപ്പമാരോസ് എന്ന് പറയുന്ന ടീം അല്ലേ. അപ്പം അതിലൊരു വലിയ വിപ്ലവകാരിയായിരുന്നു ഇവർ. ഈ 81 വയസ്സായിട്ട് അവരുടെ വിപ്ലവത്തിന്റെ ഒരു ഊർജ്ജമൊക്കെ കാണാൻ പറ്റിയോ? ക്യൂബൻ റെവല്യൂഷൻ കഴിഞ്ഞ 1959-ലാണല്ലോ ക്യൂബയിൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് അവിടുത്തെ അവിടെ കാസ്ട്രോ വരുന്നത്. അപ്പോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലത്തെ ഒരു ഗറില്ല സംഘടനയാണ് തുപ്പമാരോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഹിക്ക അതിൽ ചേരുന്നതും പിന്നീട് ലുസിയും അതിൽ ചേരുന്നതും ഇവര് ഈ പ്രസ്ഥാനത്തില് കുറെ അവരുടെ ആക്ടിവിറ്റികൾ, അവര് ജയിലിൽ ഇട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു അവരോട്. അതിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളും പീഡനങ്ങളൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ ശരി തന്നെയാണോ? ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞ് ധാരാളം, ഇവിടുത്തെ വെസ്റ്റേൺ മീഡിയയിലൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ, അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ വായിച്ചതൊക്കെയും ശരി തന്നെയാണ്. അത് അവർക്കതില് അവരാ ഒരു, എന്താ പറയാ, വിപ്ലവത്തിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഒരുപാട് കടന്നുപോയില്ല, അതിനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കതിലൊരു അവർക്കതിലൊരു അഭിമാനം മാത്രമായിരുന്നു. അവരുടെ എന്ന് മാത്രമല്ല, അവർക്ക് ഉറുഗ്വായ് എന്ന രാജ്യത്തെ അവരുടെ ഹസ്ബൻഡിനെ ഡെവലപ്പ് ചെയ്ത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അവരുടെ വിപ്ലവം ജയിച്ചു. ഇപ്പോ ഈവൻ ക്യൂബ ആയാലും ഉറുഗ്വായ് ആയാലും വ്യത്യാസം, അവിടെ ഉറുഗ്വായിലെ ഇപ്പോഴത്തെ പ്രസിഡന്റും ആ പെപ്പെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോ ആ രാജ്യത്തിനെ അവരുടെ ഒരു വിപ്ലവ സിദ്ധാന്തം മാത്രമല്ല, അവർക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ക്യൂബയിലെ നേതാക്കന്മാർക്ക് അത്രത്തോളം സാധിച്ചില്ല. പിന്നെ ക്യൂബയ്ക്ക് വേറെ പരിമിതികളുണ്ട്, ഈ അമേരിക്കൻ ബ്ലോക്കേഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ. പക്ഷെ ഉറുഗ്വ അങ്ങനെയല്ല. ഉറുഗ്വ ഇന്നിപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഞാനവിടെ കണ്ട ഇത് കാരണം ഇവരുടെ സോഷ്യലിസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ സോഷ്യലിസം ഇത്രമാത്രം വിജയിച്ചതായിട്ട് വേറെ എവിടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണിത്. ഈ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം പ്രായോഗികമായിട്ട് വിജയിച്ച ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നത് കേൾക്കാം. അപ്പോൾ ഉറുഗ്വേ എന്ന് പറയുന്നത് അത് പ്രായോഗിക അർത്ഥത്തിൽ വിജയിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം പെപ്പയാണ് എന്നും അവർ പറയുന്നു. ആരോട് സംസാരിക്കുമ്പോഴും അവർക്ക് സോഷ്യലിസത്തിനോടൊരു അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനോടൊരു എതിർപ്പൊന്നുമില്ല. കാരണം അവിടെ അത് പെപ്പെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവര് ഒരുപാട് പുരോഗമന ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ രാജ്യം നന്നായി ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നടക്കും. ലീഡേഴ്സ് അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ പ്രവർത്തിച്ചാൽ സാധിക്കും എന്നുള്ളത് അവിടുത്തെ ഒരു ഭരണം ഒരുപക്ഷെ ചെറിയ രാജ്യമായി ആയതുകൊണ്ടുകൂടിയായിരിക്കാം. ലുസിയയ്ക്ക് നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ ഇന്ത്യയുടെ നദികളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെ സംസാരിച്ചു എന്ന് കേട്ടു. ഈ ലാറ്റിൻ അമേരിക്കയിലെ ഒരു വിപ്ലവകാരി ഇന്ത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്ത് തോന്നി? അത് പ്രധാനമായിട്ട് പറയാൻ കാരണം ഈ ഇവരുടെ ഈ ഉറുഗ്വായില് ഞാൻ ചെന്നപ്പോൾ ശ്രദ്ധിച്ചത്, എൻ്റെ ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ലേ പ്ലാറ്റ നദിയുടെ തീരത്തായിരുന്നു. പക്ഷെ നദിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ വിചാരിച്ചത് ഒരു ഓഷനാന്നാ, അറ്റ്ലാന്റിക് ഓഷനാന്നാ. പക്ഷെ അറ്റ്ലാന്റിക് ഓഷൻ വേറെ സൈഡിലാണ്. അപ്പൊ ഈ ഈ നദി ശരിക്കും അവിടുത്തെ തിരമാലകളൊക്കെ വരണ കണ്ട ശരിക്കും സമുദ്രം എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അത്രയും വലിയ, ലോകത്തെ ഏറ്റവും വീതി കൂടിയ നദിയാണ് ഈ നദിയാണ്. ഒരു ഭാഗത്ത് അർജന്റീന, ഒരു ഭാഗത്ത് ഉറുഗ്വായ്, അങ്ങനെയാണ് കിടക്കണത്. അപ്പോൾ
ഈ നദികളുടെ തീരത്തുള്ളവർക്ക് ഇപ്പൊ ഞാനും അങ്ങനെ ഒരു പുഴയുടെ തീരത്ത് തന്നെയാണ് ജനിച്ചേണയും വളർന്നേനെ. അപ്പൊ ഈ അവർക്ക് നദി എപ്പോഴും മനസ്സിൽ, ഒരു പുഴ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇവര് പറയുന്നു, എനിക്ക് ഞാൻ പ്ലാറ്റ നദിയുടെ തീരത്ത് ജനിച്ചവളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ ഗംഗാനദിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമാണ് ഗംഗാനദി കാണണം എന്നുള്ളത്. അപ്പൊ ഞാനും പറഞ്ഞു, ഞാനും കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല, എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അവിടെ പോകണം എന്നുള്ളത്. അപ്പൊ എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അവർക്ക്. അവർക്ക് ഇന്ത്യയിൽ വരണം. പിന്നെ ഇന്ത്യയിലെ മേനകാ ഗാന്ധിയെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യ എന്ന രാജ്യം, ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യം, ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യം, ഈ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ രാജ്യം വളരെ ചെറുതാണ്. ഒരു ഭാഷയാണ് എല്ലാവരും സംസാരിക്കണേ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 3 മില്യൺ ആൾക്കാരേ ഉള്ളൂ. ആം, അപ്പോ അങ്ങനെ ഒരു രാജ്യം ഇത്രയും ഡെവലപ്പ് ചെയ്തതും അവിടെ ടെക്നോളജി ഉയർന്നു വരുന്നതും ധാരാളം കൃഷിയുള്ളതിനെ കുറിച്ചും അവർ വായിച്ചിട്ടുണ്ട് ധാരാളം. അപ്പൊ അവർക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഉണ്ട്. കൂടാതെ ഞാൻ വന്നപ്പോൾ ഒരു ഇന്ത്യക്കാരിയെ കണ്ടു എന്നുള്ള, വേറൊരു ഇന്ത്യക്കാരിയും കൂടി കണ്ടു, സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിന്. അപ്പൊ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്. ഞാൻ ആർട്ടിക്കിൾ വായിച്ചൊരു ഇതിൽ പറയാണ്, അന്ന് അവരെ കണ്ടപ്പം ഒന്നും തിരിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ട് വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ട് പോന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു അനുഭവം എന്തായിരുന്നു? ഇപ്പോ പിന്നീട് ഞാൻ കാറിൽ കയറിയപ്പോ ഓസ്കറിന്റെ അടുത്ത് പറയായിരുന്നു, ഞാനൊരു ചെടി വാങ്ങേണ്ടതായിരുന്നു, എന്നിട്ട് ഞാനും അവരും കൂടി അവരുടെ മുറ്റത്ത് അത് നടേണ്ടതായിരുന്നു. ഞാനിതിന് പക്ഷെ പോകുമ്പോൾ ഇവരെ കാണുന്നൊന്നും അറിയില്ലല്ലോ, നമ്മളൊരു പുറത്തു നിന്ന് ഫോട്ടോ എടുത്ത് വരുന്ന. ഈ ചെടിയുടെ കാര്യം പറയാൻ വന്നപ്പോൾ ഇവിടെ പണ്ട് സി രാധാകൃഷ്ണൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് വാങ്ങി തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഒരു നഴ്സറിയിൽ കൊണ്ട് ഒരു ചെറിയ ചെടി വാങ്ങിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എൻ്റെ മുറ്റത്ത് നട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് വളർന്നു, കുറച്ച് വലുതായി ആ ചെടി. അപ്പോൾ അതേപോലെ എനിക്ക്, അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇവർ പരിസ്ഥിതിയുടെ ആൾക്കാരും കൂടി ആകുമ്പോൾ അതൊരു നല്ലതായി എന്നു വിചാരിച്ചു. പക്ഷെ ഞാനത് അത്ര ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു വെച്ചാൽ ചിലപ്പോൾ ഇത് നടന്നു എന്നും വരില്ല. അപ്പൊ പ്ലാൻ ചെയ്യാതെ പോയത് കൊണ്ട് അന്നിങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. അപ്പൊ എൻ്റെ കയ്യിൽ പണ്ട് ജപ്പാനിലോ എവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതാ കൊടുക്കാൻ തോന്നിയത്. അവരെനിക്ക് മുഹിക്കയുടെ പുസ്തകം എടുത്തു തന്നു. എവിടെയാണ്? ഇവിടെ. അല്ല, ഇതല്ല, ചുവട്ടിലായിരിക്കണേ. അവര് ഇതാണ് അവരെനിക്ക് തന്ന പുസ്തകം. ഇതാണ് സെമിയാസ് ആൽവിയന്തോ, അതായത് കാറ്റിൽ പറത്തിയ വിത്തുകൾ എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് സ്പാനിഷിലാണ്. അപ്പൊ അവരിത് എനിക്ക് എടുത്തു തന്നു. നിക്കൂ 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ പുറപ്പെട്ടപ്പോൾ അവരെനിക്ക് എടുത്തു തന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് ശരിക്കും വാരണാസിയിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് തന്നതാണ്. ഇത് കൊടുത്താലും മതിയായിരുന്നു, പക്ഷെ അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവിടെ പോയതൊട്ടും പ്ലാൻഡ് ആയിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കൂടി സംസാരിക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിരുന്നോ? അവരും പറഞ്ഞു, അതായത് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ തലേ ദിവസമൊക്കെ അവരോട് പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി സമയം കിട്ടിയേനെ. എനിക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ ജയിലിലെ അനുഭവങ്ങളും ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും അറിയണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ബാല്യകാലമൊന്നും ഞാനങ്ങനെ ചോദിച്ചില്ല. പിന്നെ ഞാൻ അവിടെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ചെഗുവേരയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അവർ കണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ കുറച്ചും കൂടിയും അങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു ഉണ്ടായിരുന്നു. യാത്ര യാത്രിക എന്നുള്ള നിലയ്ക്ക് ഈ ഒരു അനുഭവം കൊണ്ട് എന്ത് ടേക്ക് അവേ ആണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? പൊതുവെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാർ പ്ലാൻ ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ 2 തരത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വെക്കേഷൻ, പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് എനിക്ക് പോയിട്ട് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ സമീപിക്കാൻ. അങ്ങനെ പോകുമ്പോൾ എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ തിരിച്ചു വരിക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോൾ പോകുമ്പോഴും എനിക്ക് എൻ്റെതായ ഒരു അജണ്ട ഉണ്ടാവും. ഇപ്പോൾ കൊളംബിയയിൽ പോയപ്പോൾ ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്ത് അരക്കട്ടാക്കയിൽ പോയി ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ജനിച്ച സ്ഥലം കണ്ടു. ഒന്നുമില്ല അവിടെ കാണാൻ.
അപ്പോൾ ഒരു ഫുൾ ഡേ നമുക്ക് ശരിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നഷ്ടമാണ്. കാരണം പോണ വഴിയിലും ഒന്നുമില്ല. ഈ അരക്കട്ടാക്ക എന്ന് പറയുന്ന മാർക്കേസിന്റെ ഗ്രാമം മക്കൊണ്ട പോലെയൊന്നും അല്ല. ചെറിയൊരു അവിടെ ഒന്നുമില്ല. കാളവണ്ടിയിലാണ് ആൾക്കാർ യാത്ര ചെയ്യണതൊക്കെ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ വായനക്കാർക്ക് നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ചില എഴുത്തുകാർ, ചില വ്യക്തികൾ അവിടെ പോവുക എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കോർണറിൽ സാധിക്കുകയാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ പോകും. അപ്പോൾ അതുപോലെ ആയിരുന്നു ഇതും. ഇവരെ കാണും, ഇവരെ കണ്ടില്ല, അവരുടെ വീടിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും എടുത്താൽ എനിക്ക് സൂക്ഷിക്കാലോ എന്ന് വിചാരിച്ച് പോയതാ. അപ്പൊ അത് സന്തോഷമായി. വളരെ വളരെ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇതുപോലെ തന്നെ ചിലയിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ ഈ ഗാബ്രിയേല മിസ്ട്രാലിന്റെ ഭയങ്കര വലിയ ഫോളോവറാണ്. അവരുടെ പോയിട്രി വായിച്ചിട്ടാണ് ഞാൻ കവിതകൾ വായിക്കാൻ, പിന്നെ മലയാളത്തിലെ കവിതകളിലേക്ക് വരെ തിരിച്ചു പോയത്. അപ്പോൾ അവര് ജനിച്ച സ്ഥലം, അവര് മരിച്ചത് ന്യൂയോർക്കിലാണെങ്കിലും അവരുടെ ബോഡി കൊണ്ടുവന്ന് ബറി ചെയ്ത മോണ്ടെ ഗ്രാൻഡെ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനും, പിന്നീട് അവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലേക്ക് ആദ്യം നോബൽ സമ്മാനം കിട്ടിയ സ്ത്രീയാണ് അവര്. അവരുടെ മ്യൂസിയത്തിൽ പോകാനും, അവർക്ക് എൻ്റെ പുസ്തകം കൊടുത്തപ്പോൾ അവർ ആ ലൈബ്രറിയിൽ അവിടുത്തെ വെക്കാനും ഒക്കെയുള്ള, അതും അസാധാരണമായ ഒരു അനുഭവം അവിടെ ഉണ്ടായത്. പിന്നീട് അവര് ഇതുപോലെ അവിടുത്തെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യലും, അവിടുത്തെ ന്യൂസ് പേപ്പറിൽ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വരാനൊക്കെ സംഭവിച്ചു. ഒന്നും പ്ലാൻ ചെയ്തതായിരുന്നില്ല. അതേപോലത്തെ ഒരു സംഭവം ഇപ്രാവശ്യം ഇവിടെയും ഉണ്ടായി. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറ്റാൾക്കാരത് ചിന്തിക്കണ്ടോന്നറിയില്ല, പക്ഷെ ഞാനിങ്ങനെ ഒരു ചെറിയ ചില സ്വപ്നങ്ങളുമായിട്ട് ഞാനിങ്ങനെ സഞ്ചരിക്കും. അത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നമ്മുടെ സംസ്കാരത്തിൽ ഇതുവരെ അധികം കണ്ടു പരിചയിച്ചിട്ടില്ലാത്തൊരു മാതൃകയായിരിക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനത്തെ മാതൃകകൾ ഇല്ലാതെ പോകുന്നത്? നമ്മുടെ നാട്ടിലല്ല, പൊതുവെ എവിടെയായാലും നമുക്ക് പല ആദർശങ്ങളും സംസാരിക്കാൻ എളുപ്പമാണ് അല്ലേ, ജീവിച്ചു കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് മുഴുവനും സാധിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും സാധിച്ചാൽ, അതിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരാവണമെന്നില്ല, എല്ലാവരും അങ്ങനെ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മുഹിക്കയുടെയോ അദ്ദേഹത്തിന്റെ വൈഫിന്റെയോ പോലെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രയാസമായിരിക്കും. കാരണം അവരൊക്കെ വളരെ പണ്ട് കാലത്ത് അവരുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതിലെത്ര പേര് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല.